എല്ലാവർക്കും വാരിയസ് ടാക്സ് ആൻഡ് ലോസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. GST നിലവിൽ വന്നിട്ട് 6 വർഷം കഴിഞ്ഞു. ഇപ്പോഴും GSTയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, കൺഫ്യൂഷൻസ് നിലനിൽക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം GST നിലവിൽ വന്നതിന് ശേഷം എല്ലാ ദിവസവും സർക്കുലർ, നോട്ടിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ GSTയിലുള്ള പുതിയ മാറ്റങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ GSTയുടെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം, ഒരു പ്രൊപ്രൈറ്ററി ഫേമിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൽ പ്രൊപ്രൈറ്റർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ബിസിനസ് ലീഗലി എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അതിൽ ലീഗൽ ഹയർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, ലീഗൽ ഹയർ ഏത് വിധത്തിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതാണ് ഇന്നത്തെ വിഷയം. GSTയിൽ സെക്ഷൻ 18 സബ്സെക്ഷൻ 3ൽ ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ബിസിനസ് ഇൻ ദ കേസ് ഓഫ് സെയിൽ, മെർജർ, ഡീമെർജർ, അമാൽഗമേഷൻ, ലീസ് ഓർ ചേഞ്ച് ഇൻ ദ ബിസിനസ് ഓർ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് വിത്ത് സ്പെസിഫിക് പ്രൊവിഷൻസ് എന്നീ കാര്യങ്ങളെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാളൊരു ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ മെർജ് ചെയ്യുക, അമാൽഗമേറ്റ് ചെയ്യുക, ലീസിന് കൊടുക്കുക, ഇത്തരം സാഹചര്യങ്ങളിൽ അതിൻ്റെ ലീഗലായിട്ടുള്ള വശങ്ങളെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, ഇതിൽ അൺയൂട്ടിലൈസ് ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ഏത് രൂപത്തിൽ ക്യാരി ഓവർ ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം എന്നതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സെക്ഷനിൽ, അതായത് സെക്ഷൻ 18ൽ ഒരു പ്രൊപ്രൈറ്റർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രൊപ്രൈറ്ററിലെ ലീഗൽ ഹയർ ഈ ബിസിനസ് എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അതല്ലെങ്കിൽ ആ ലീഗൽ ഹയറിലേക്കുള്ള ഒരു ട്രാൻസ്ഫർ എങ്ങനെയാണ് എന്നതിനെപ്പറ്റി സെക്ഷൻ 18(3)ൽ പറഞ്ഞിട്ടില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് CBIC നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സർക്കുലർ 96/15/2019 എന്ന ഒരു സർക്കുലർ പ്രകാരം ഒരു പ്രൊപ്രൈറ്റർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ സാധാരണത്തെ പോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് എങ്ങനെയാണോ അതേപോലുള്ള ഒരു ട്രാൻസ്ഫർ തന്നെ ആയിട്ട് ഇതിനെ കണക്കാക്കണം എന്നീ സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊപ്രൈറ്റർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ബിസിനസ് ലീഗൽ ഹയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് സെക്ഷൻ 18(3)ൽ പറഞ്ഞുള്ള ട്രാൻസ്ഫർ തന്നെ ആയിട്ട് കണക്കാക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രൊപ്രൈറ്റർ മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസിനസ്സിനെ എങ്ങനെ ലീഗൽ ഹയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ബിസിനസ് കൊണ്ടുപോകണം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ സെക്ഷൻ 18(3) വളരെ നന്നായിട്ട് റെഫർ ചെയ്യണം. അതേപോലെ തന്നെ ഈ പറഞ്ഞ സർക്കുലർ 96/15/2019 നമ്മൾ നോക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ സെക്ഷൻ പ്രകാരം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് റൂൾ 41ൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രൊപ്രൈറ്ററുടെ മരണശേഷം ഈ ബിസിനസ് എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്ന് മനസ്സിലാക്കാവുന്നതാണ്. GSTയുടെ സെക്ഷൻ 22 സബ്സെക്ഷൻ 3ൽ ഒരു പ്രൊപ്രൈറ്റർ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ സാധാരണഗതിക്ക് എന്തെങ്കിലും തരത്തിലൊരു സക്സഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലീഗൽ ഹയർ ഈ പ്രൊപ്രൈറ്റർ മരിച്ച് അതല്ലെങ്കിൽ സക്സഷൻ നടന്നു കഴിഞ്ഞ് വിത്തിൻ 30 ഡേയ്സ് നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുക്കണം, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് രജിസ്ട്രേഷൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് ചെയ്യണം എന്നുള്ളത് സെക്ഷൻ 22 സബ്സെക്ഷൻ 3ൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പറയുമ്പോൾ ഈ പറഞ്ഞ പ്രൊപ്രൈറ്ററുടെ ഡെത്ത് മുതൽ അല്ലെങ്കിൽ സക്സഷൻ മുതൽ വിത്തിൻ 30 ഡേയ്സ് ലീഗൽ ഹയർ എന്ത് ചെയ്യണം, സ്വന്തം പേരിൽ രജിസ്ട്രേഷൻ എടുത്തിട്ട് ഇത്തരം ഈ പറഞ്ഞ റൂൾ 41ൽ പറഞ്ഞുള്ള പ്രൊസീജിയേഴ്സ് പ്രകാരം ബിസിനസ്സിനെ സ്വന്തം ബിസിനസ്സായിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് ആദ്യമായിട്ട് പരിശോധിക്കാം. ഒന്നാമതായിട്ട്, ഇത്തരം ഒരു സാഹചര്യത്തിൽ ആദ്യം ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ് വാങ്ങി ഏത് ലീഗൽ ഹയറുടെ പേരിലേക്കാണോ ഈ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ള മറ്റ് ലീഗൽ ഹയർസ് തീരുമാനിക്കുക. അതല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ ഇമ്മീഡിയറ്റ് ലീഗൽ ഹയർ ആരാണോ അവരായിരിക്കും ഈ ബിസിനസ്സിൻ്റെ അനന്തരാവകാശി. അപ്പോൾ ഈ ഇമ്മീഡിയറ്റ് ലീഗൽ ഹയർ എത്രയും പെട്ടെന്ന്, അതായത് നേരത്തെ പറഞ്ഞ വിത്തിൻ 30 ഡേയ്സ് തന്നെ GSTയിൽ സ്വന്തം പേരിൽ ഒരു GST രജിസ്ട്രേഷൻ എടുക്കുക. അത്തരത്തിൽ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, GST രജിസ്ട്രേഷൻ എന്തിനാണ് എടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അത്തരം ഒരു ചോദ്യത്തിന് നമ്മൾ കൊടുക്കേണ്ട ആൻസർ ഡെത്ത് ഓഫ് ദ പ്രൊപ്രൈറ്റർ എന്നാണ്. അതായത് നമ്മൾ GST എടുക്കാനുള്ള സാഹചര്യം പ്രൊപ്രൈറ്ററുടെ ഡെത്ത് കാരണമാണ് എന്നുള്ള റീസൺ കാണിച്ചിട്ട് ഈ പറഞ്ഞ ലീഗൽ ഹയറിൻ്റെ പേരിൽ ഒരു GST രജിസ്ട്രേഷൻ എടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞ ലീഗൽ ഹയർ ഈ ഡെത്തായിട്ടുള്ള പ്രൊപ്രൈറ്ററുടെ GST പോർട്ടലിൽ ഈ പറഞ്ഞ ലീഗൽ ഹയറെ
ഒരു ഓതറൈസ്ഡ് പേഴ്സണായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഈ ഓതറൈസ്ഡ് പേഴ്സണായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസേൺഡ് GST ഓഫീസർക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയും ഈ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ GST ഓഫീസർ ഈ പറഞ്ഞ ലീഗൽ ഹയർക്ക് ഒരു സെപ്പറേറ്റ് യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കുകയും ആ യൂസർ ഐ ഡിയും പാസ്വേഡിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡെത്ത് ആയിട്ടുള്ള പ്രൊപ്രൈറ്ററുടെ GSTN പോർട്ടലിൽ നമ്മൾ ഈ പറഞ്ഞ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ലീഗൽ ഹയർ ഓതറൈസ്ഡ് പേഴ്സണായിട്ട് ഈ ലീഗൽ ഹയർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ആഡ് ചെയ്തതിന് ശേഷമാണ് ബാക്കി പ്രൊസീജിയറുകൾ ചെയ്യേണ്ടത്. ഈ പറഞ്ഞ സെക്ഷൻ 18 സബ്സെക്ഷൻ 3 അതേപോലെ തന്നെ സെക്ഷൻ 22(3) പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ റൂൾ 41 പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, സാധാരണ ഒരു പ്രൊപ്രൈറ്റർ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ബിസിനസ്സിൽ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒന്നുമില്ലെങ്കിൽ ബിസിനസ്സിൽ നിലവിലുള്ള സ്റ്റോക്കുകൾ മൊത്തമായിട്ട് വിറ്റ് അതിൻ്റെ ടാക്സ് അടച്ചിട്ട് ബിസിനസ് അവസാനിപ്പിച്ച് പുതിയൊരു ബിസിനസ് തുടങ്ങുന്ന ഒരു പ്രവണതയൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത്. ഇതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സെക്ഷനിൽ ഇത്തരമൊരു പ്രൊസീജിയർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കാരണം നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സെക്ഷൻ 22(3) ഈ പറഞ്ഞ ലീഗൽ ഹയർക്ക് കമ്പൾസറി ആയിട്ട് വരുന്ന ഒരു ലയബിലിറ്റി പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സെക്ഷൻ 85 പറയുന്നത്. സെക്ഷൻ 85 പറയുന്നത് നമ്മൾ ഈ ഒരു പ്രൊപ്രൈറ്ററി ഫേം നടത്തിക്കൊണ്ടിരുന്ന പ്രൊപ്രൈറ്റർ മരണപ്പെടുകയും അത് ലീഗൽ ഹയറിലേക്ക് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻക്ലൂഡിങ് ഇൻപുട്ട് ടാക്സ്, അതായത് അൺയൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ഉണ്ടെങ്കിൽ അത് ക്യാരി ഓവർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നത്, ഇത്തരത്തിൽ ഇൻപുട്ട് ടാക്സ് ക്യാരി ഓവർ ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 85 പറയുന്നത് ഈ പ്രൊപ്രൈറ്റർ ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെയാണോ ലയബിലിറ്റി ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണോ പ്രിവിലേജസ് ഉണ്ടായിരുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലീഗൽ ഹയർക്ക് ഉണ്ടാവും. അതായത് ഇൻപുട്ട് ടാക്സ് എടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് ടാക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് ടാക്സ് അടയ്ക്കണം, റിട്ടേൺ ഫയൽ ചെയ്യണം, മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണോ GSTയിൽ ഈ പറഞ്ഞ ഡെത്തായിട്ടുള്ള പ്രൊപ്രൈറ്റർ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അത്തരം കാര്യങ്ങളെല്ലാം ഈ ലീഗൽ ഹയറും ചെയ്യാൻ അയാൾ ബാധ്യസ്ഥനാണെന്ന് സെക്ഷൻ 85 പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു, അതായത് ഒരു ലീഗൽ ഹയർ, ഈ ലീഗൽ ഹയറെ സംബന്ധിച്ചിടത്തോളം പ്രൊപ്രൈറ്ററുടെ മരണശേഷം ആ ബിസിനസ്സിലുണ്ടായിരുന്ന സ്റ്റോക്ക് ഈ പുതിയ ലീഗൽ ഹയറുടെ ബിസിനസ്സിൻ്റെ ഭാഗമായി മാറുകയും അതേപോലെ തന്നെ ലീഗൽ ഹയർക്ക് നേരത്തെ പ്രൊപ്രൈറ്റർ ഡെത്ത് ആവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെഡ്ജറിൽ ഉണ്ടായിരുന്ന യൂട്ടിലൈസ് ചെയ്യാത്ത ഇൻപുട്ട് ടാക്സ് മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ GSTN പോർട്ടലിലേക്ക് വരികയും ആ ഇൻപുട്ട് ടാക്സ് ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് റൂൾ 42(2) ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. അതായത് ഈ പറഞ്ഞ ലീഗൽ ഹയർ ഈ ലയബിലിറ്റി മറ്റ് കാര്യങ്ങളുമെല്ലാം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ആസ് പെർ ദ പ്രൊവിഷൻസ് ആണ്. അപ്പോൾ അത് എല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി വർക്കൗട്ട് ചെയ്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ആ സർട്ടിഫിക്കറ്റും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഈ പോർട്ടലിൽ, അതായത് ലീഗൽ ഹയർ സ്വന്തം GST പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പ്രൊപ്രൈറ്റർ ഡെത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അൺയൂട്ടിലൈസ് ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ലീഗൽ ഹയർക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അതിനൊരു പ്രൊസീജിയർ എല്ലാം റൂൾ 41 പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രത്യേകമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ലീഗൽ ഹയർ പുതിയതായിട്ടുള്ള എടുത്തിട്ടുള്ള രജിസ്ട്രേഷനിൽ കയറിയിട്ട് ITC 02 എന്നൊരു ഫോം സബ്മിറ്റ് ചെയ്യണം. അതായത് എനിക്ക് ഈ പറഞ്ഞ ലീഗൽ ഹയർ ആയിട്ടുള്ള എനിക്ക് ഈ പ്രൊപ്രൈറ്റർ മരണശേഷം ഇത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ITC 02 എന്നിട്ടുള്ളൊരു ഫോം ഫയൽ ചെയ്യുക. ഈ ITC 02 എന്ന ഫോം ഫയൽ ചെയ്യുകയും അതേപോലെ തന്നെ ഈ ലീഗൽ ഹയർ ഓതറൈസ്ഡ് പേഴ്സണായിട്ട് നമ്മളുടെ പ്രൊപ്രൈറ്ററുടെ GST പോർട്ടലിൽ ഇദ്ദേഹം ഓതറൈസ്ഡ് പേഴ്സണായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ പ്രൊപ്രൈറ്ററുടെ ഓതറൈസ്ഡ് പേഴ്സൺ ആ പോർട്ടലിൽ കയറിയിട്ട് എന്ത് ചെയ്യണം, ഈ ITC 02 ആക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ ITC 02 ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ മരണപ്പെട്ട പ്രൊപ്രൈറ്റർക്ക് അവിടെ അൺയൂട്ടിലൈസ് ആയിട്ട് കിടക്കുന്ന ITC മുഴുവൻ എന്ത് ചെയ്യും, ഈ പുതിയതായിട്ടുള്ള ലീഗൽ ഹയറുടെ GST പോർട്ടലിലേക്ക് വരും. അങ്ങനെ എന്ത് ചെയ്യാണ്, ആ GST പോർട്ടലിൽ അവിടെ ഉണ്ടായിരുന്ന ക്രെഡിറ്റ് മുഴുവൻ ഇതിലേക്ക് വരികയും അവിടെ വിൽക്കാതെ വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് അതല്ലെങ്കിൽ അസറ്റ്സ് ലയബിലിറ്റീസ് കംപ്ലീറ്റ് ഇതിലേക്ക് വന്നിട്ട് ഇതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് നേരെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ലീഗൽ ഹയറുടെ ഒരു ബാലൻസ് ഷീറ്റായിട്ട് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കുകയും അദ്ദേഹത്തിന് ആ ബിസിനസ് ഒരു പ്രൊപ്രൈറ്റർ മരിക്കുന്ന ദിവസം വരെ എങ്ങനെയാണോ ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് അതേപോലെ തന്നെ ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. മറ്റൊരു തരത്തിലുള്ള അതായത് ഇൻകം ടാക്സിൻ്റെ ആസ്പെക്റ്റ് അനുസരിച്ചുള്ള ഒരു ക്യാപിറ്റൽ ഗെയിനോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ ഒരു ബിസിനസ്സിനെ ശരിക്കും വളരെ സ്മൂത്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ആകെ കണ്ടീഷൻസ് ഈ പറഞ്ഞ സെക്ഷൻ പ്രകാരമുള്ള കണ്ടീഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. 30 ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ ഇതൊക്കെ ചെയ്തതിന് ശേഷം മറ്റൊരു കാര്യം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇത് അവസാനിക്കുള്ളൂ. അതായത് ഈ പറഞ്ഞ പ്രൊപ്രൈറ്ററുടെ മരണശേഷം ബിസിനസ് എന്ത് ചെയ്തു, ലീഗൽ ഹയറിലേക്ക് വന്നു, ലീഗൽ ഹയർ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് ചെയ്തു. ഇനി ഈ പ്രൊപ്രൈറ്റർ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ ഒരു പ്രത്യേക തീയതിയിലായിരിക്കും മരണപ്പെട്ടിട്ടുണ്ടാവുക. അങ്ങനെ ആ ഒരു തീയതിക്ക് മരണപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതുവരെയുള്ള റിട്ടേൺസ് എല്ലാം
ഈ പറഞ്ഞ ലീഗൽ ഹയർ ആയിട്ടുള്ള ആളുകൾ നോർമലി ITC അവെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് GST റിട്ടേൺസ് അതുവരെയുള്ളതെല്ലാം ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ഒരു ഫൈനൽ റിട്ടേണും കൂടി, അതായത് GSTയിൽ ഏറ്റവും അവസാനത്തെ റിട്ടേൺ, അതായത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനമായിട്ട് ഫയൽ ചെയ്യേണ്ട സാധനമാണ് ഫൈനൽ റിട്ടേൺ. അപ്പോൾ ഈ ഫൈനൽ റിട്ടേണും കൂടി ഫയൽ ചെയ്തതിന് ശേഷം ആ GST ക്യാൻസൽ ചെയ്യാനുള്ള നടപടി കൂടി ചെയ്യണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് വരെ ഒരു പ്രൊപ്രൈറ്റർ എന്നുള്ള കപ്പാസിറ്റിയിൽ ആ ഒരു പർട്ടിക്കുലർ പാനലായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. ആ പാനൽ സപ്പോസ് ഓഡിറ്റ് ചെയ്യാനുണ്ടെങ്കിലോ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനുണ്ടെങ്കിലോ ഈ പറഞ്ഞ ലീഗൽ ഹയർ ഒരു റെപ്രസെൻറ്റേറ്റീവ് അസസി എന്നുള്ള നിലയ്ക്ക് ഇൻകം ടാക്സിൽ രജിസ്റ്റർ ചെയ്യുകയും ഈ പറഞ്ഞ പ്രൊപ്രൈറ്ററുമായി ബന്ധപ്പെട്ട ആ പർട്ടിക്കുലർ ഡേറ്റ് വരെയുള്ള ഇൻകം ടാക്സ് റിട്ടേൺ ആ മരിച്ച പ്രൊപ്രൈറ്റർക്ക് വേണ്ടി, അതായത് മരിച്ച ആളുടെ കപ്പാസിറ്റിയിൽ എങ്ങനെയാണോ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ആ റിട്ടേൺ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അസസി എന്നുള്ള നിലയ്ക്ക് ലീഗൽ ഹയർ ഫയൽ ചെയ്യും. അതുവരെ ഉള്ള ഇൻകം ടാക്സ് ലയബിലിറ്റികൾ അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഫൈനൽ റിട്ടേണും ബാക്കി കാര്യങ്ങളും ചെയ്ത് GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് ചെയ്തു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളാണ് നമുക്കിതിൽ സേവ് ചെയ്യാൻ പറ്റുക. ഒന്ന്, സാധാരണ നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുമ്പോൾ മറ്റ് പ്രൊസീജിയറുകളോ സെക്ഷനൊന്നും നോക്കാണ്ട് ആളുകൾ സ്റ്റോക്കുകളെല്ലാം വിറ്റ് അവസാനിപ്പിച്ച് പുതിയൊരു ബിസിനസ് തുടങ്ങേണ്ട സിറ്റുവേഷൻ വരുന്നു. അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ക്യാപിറ്റൽ ഗെയിൻ ആസ്പെക്റ്റുകൾ വരും. പിന്നെ ഇതിൻ്റെ അക്കൗണ്ടിങ് ആസ്പെക്റ്റ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനാവുമ്പോൾ വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നു. ആ ബാലൻസ് ഷീറ്റ് നേരെ ഈ ലീഗൽ ഹയറുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റായിട്ട് ഇട്ടിട്ട് ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പ്രൊപ്രൈറ്ററുടെ മരണം വരെയുള്ള ഡേറ്റ് വെച്ചിട്ട് അതുവരെയുള്ള ഒരു ബാലൻസ് ഷീറ്റോ കാര്യങ്ങളോ ഇൻകം ടാക്സോ അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ റെപ്രസെൻറ്റേറ്റീവ് അസസി ആയിട്ട് ഇദ്ദേഹത്തിന് ചെയ്യാനും പറ്റും. അപ്പോൾ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു മെർജറാണ് ഈ പറഞ്ഞ സെക്ഷൻ അല്ലെങ്കിൽ റൂൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്. ഈ ഒരു പ്രൊവിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പുതിയ വിഷയവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.